ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വയനാടുള്ള മേപ്പാടി അടുത്തുള്ള നെല്ലന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കോഫി കൗണ്ടർ റിസോർട്ടാണ്. അപ്പോൾ ഗായ്സ്, ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വയനാട്ടിൽ പോയിട്ട് വരാം ഗായ്സ്. അപ്പോൾ ഞങ്ങളുടെ സ്റ്റോറീസൊക്കെ വാച്ച് ചെയ്യാം. അപ്പം ഗ്യാസ് നമ്മൾ ബാഗെല്ലാം പാക്ക് ചെയ്ത് നമ്മളെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ താമരശ്ശേരി വഴിയാണ് പോകുന്നത്. നമ്മൾ കാറിലായിരുന്നു നമ്മളെ ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നത്. കുറച്ചുകൂടി വൈബ് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ബൈക്കുമൊക്കെ ആക്കിയത്. കുറച്ചൊക്കെ മഴയൊക്കെ കൊണ്ട് നല്ല വൈബാക്കി പോവാലോ അത് വിചാരിച്ചിട്ട്. ഇപ്പം നമ്മൾ ചുരത്തുമ്മ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചുരത്തുമ്മ കുറച്ച് ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു. കോട്ടെല്ലാം ഇട്ടിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗായ്സ്, ഇത് ഞങ്ങളെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റത്തെ ബ്ലോഗാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഞങ്ങൾ ചുരത്തുമ്പോൾ എത്തിയിട്ടുണ്ട്. വണ്ടിയൊക്കെ സൈഡാക്കി ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് എല്ലാ വ്യൂ ഒക്കെ കണ്ടിട്ട് അടുത്ത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. ഞങ്ങൾ ചുരത്തുമ്മ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വെള്ളച്ചാട്ടമൊക്കെ കണ്ടത്. അപ്പോൾ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അതിൻ്റെ എല്ലാ വ്യൂ ആസ്വദിച്ചിട്ടാണ് ഞങ്ങൾ അടുത്ത് സ്റ്റാർട്ട് ചെയ്തത്. ചുരം കയറി ചുരത്തിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള വ്യൂ പോയിന്റിലെത്തി. അപ്പോഴാണ് അവിടെ കോടൊക്കെ മൂടിയിട്ട് കണ്ടത്. നമ്മൾ വണ്ടി സൈഡാക്കി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് റൈഡ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞങ്ങൾ താമരശ്ശേരി ചുരെല്ലാം ആസ്വദിച്ച് വയനാട്ടിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട്. 8:30 ആയപ്പോഴത്തേന് ഞങ്ങൾ വയനാട് എത്തിയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ കയറിയത്. അപ്പം ഞങ്ങൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് യാത്ര തുടർന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ പോണത് റിസോർട്ടിലേക്കാണ്. അപ്പോൾ പോണ വഴി ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോണ വഴി തേയിലത്തോട്ടെല്ലാം കണ്ട് നമ്മൾ റിസോർട്ടിൻ്റെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതുപോലെയുള്ള വഴി കൂടെയാണ് നമ്മൾ റിസോർട്ടിലേക്ക് പോവുക. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ 2 സൈഡിലും ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ്. നല്ല ഭംഗിയാട്ടോ ഈ തേയിലത്തോട്ടങ്ങളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവാൻ. ഇതിലൂടെ പോണ വഴി ചെറുതായിട്ട് മോശമാണ്. എന്നാലും ഞങ്ങൾ ആ തേയിലത്തോട്ടങ്ങളും ചെറിയ ചാറ്റിൽ മഴയൊക്കെ ആസ്വദിച്ച് ഞങ്ങളെ യാത്ര തുടർന്നു. അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ റിസോർട്ടിൻ്റെ ബോർഡൊക്കെ കണ്ടു. ഇതാണ് റിസോർട്ടിലേക്കുള്ള വഴി. ഇത് അല്പം മോശമുള്ള റോഡാണ്, എന്നാലും ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആക്കി എടുക്കാം. അപ്പം ഞങ്ങൾ ഓഫ് റോഡെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ട് റിസോർട്ടിൻ്റെ എൻട്രൻസിലെത്തിയിട്ടുണ്ട്. ഇതുപോലെയുള്ള വഴി കൂടെയാണ് നമ്മൾ റിസോർട്ടിലേക്ക് എൻട്രി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗായ്സ്, നമ്മൾ റിസോർട്ടിൻ്റെ എൻട്രൻസിലെത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ 2 മണിയോടുകൂടെ റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ എടുത്തിട്ടുള്ള കോട്ടേജിലേക്കുള്ള വഴി.
ഈ റിസോർട്ടിൽ തന്നെ കുറേ ഐറ്റം കോട്ടേജസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എടുത്ത കോട്ടേജാണ് ട്രീ ഹൗസ് കോട്ടേജ്. നമുക്കിനി റൂം പരിചയപ്പെടാം. ഗൈസ്, ഇതാണ് നമ്മളെ റൂം. നമ്മളെ അടുത്ത് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു സ്വിമ്മിംഗ് പൂളാണ് കിട്ടാൻ പോണത്. ഒരു പ്ലഗ് പൂളാണ് വരുന്നത്. അതിൻ്റെ റൈറ്റ് സൈഡിലാണ് നമ്മളെ റൂം വരുന്നത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു ചെറിയ ഡൈനിങ് ടേബിൾ ഉണ്ട്. ഇത് ഡൈനിങ് ടേബിൾ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആക്കാനൊക്കെ പറ്റും. നല്ല വ്യൂ ആണ്. അത് ഇതേമാതിരിക്കത്തെ നമ്മളെടുത്ത അതേമാതിരിക്കത്തെ ഒരു കോട്ടേജാണ് ആ കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കൊരു സ്വിമ്മിംഗ് പൂളാണ് വരുന്നത്. ഈ സ്വിമ്മിംഗ് പൂളിന് ചാരിയിട്ടാണ് നമ്മുടെ അടിപൊളി സ്പോട്ട്. ഇതാണ് നമുക്ക് ബാൽക്കണി ആയിട്ട് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, എടുത്തിട്ടുള്ള അത് സെയിം കോട്ടേജാണ്. അത് എന്നാ ചീവീട് നൊരുളിക്കണ ശബ്ദം. ചുറ്റും കാടാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇതെല്ലാം നാച്ചുറൽ വുഡാണ്. നാച്ചുറൽ വുഡിൽ പണിതതാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടെ എല്ലാം വിശാലമായിട്ട് കിടക്കുന്ന ഒരു സ്പോട്ടാണ് ഇത് വരുന്നത്. ഇത്രയും നമുക്ക് ബാൽക്കണി ആയിട്ട് വരുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ്. അപ്പോൾ ഗൈസ്, ഇത് നമ്മുടെ വേറൊരു റിസോർട്ടാണ്. വിത്ത് സ്വിമ്മിംഗ് പൂൾ തന്നെ വരുന്നത്. ഇവിടെ ഫുള്ള് തേയിലത്തോട്ടങ്ങളാണുള്ളത്. കണ്ടു നോക്കൂ നമ്മുടെ വ്യൂ. ഇത് നമുക്ക് റൂമിലോട്ട് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് അത്യാവശ്യം വീതിയും വലുപ്പവും ആഴവും എല്ലാം ഉണ്ട്. ഇതാണ് സ്വിമ്മിംഗ് പൂൾ എന്ന് വരുന്നത്. സ്വിമ്മിംഗ് പൂളിൽ ഇതൊരു പൈപ്പ് ഇട്ടിരിക്കുക, വെള്ളം വരുന്നത് നാച്ചുറലായിട്ടുള്ള വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് അടിപൊളിയായിട്ട്, ഞാൻ പറഞ്ഞല്ലോ, ഫുഡ് കഴിക്കാനുള്ള സ്പോട്ടാണ്. പിന്നെ ഗൈസ്, ഇതാണ് നമ്മളെ റൂം പരിചയപ്പെടുത്തി കൊടുക്കുക. ഇതൊക്കെ നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ നിന്നുള്ള വ്യൂ നോക്ക്. വാവ്, വണ്ടർഫുൾ. ഇതാണ് ബെഡെല്ലാം വരുന്നത്. ഇതെല്ലാം വുഡിൻ്റെ കട്ടിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ റൂമെല്ലാം വുഡിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിതാ TV യൂണിറ്റ് എല്ലാം വരുന്നുണ്ട്. അതിനോടൊപ്പം ചേർന്നാണ് നമ്മുടെ ഡ്രസ്സിങ് യൂണിറ്റ് വരുന്നത്. ഡ്രസ്സിങ് യൂണിറ്റ് എല്ലാം വരുന്നുണ്ട്. ഡ്രസ്സിങ് യൂണിറ്റിന് ചേർന്നിട്ടാണ് നമ്മുടെ ബാത്റൂം എല്ലാം വരുന്നത്. ഇതാണ് നമ്മുടെ ബാത്റൂമിൻ്റെ എൻട്രി. ബാത്റൂമിലാകെ ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഗൈസ്, 360 ആംഗിൾ വരുന്നത് നമ്മുടെ റൂമിൽ നിന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തുള്ള പൂളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഫുഡ് കാര്യങ്ങൾ എല്ലാം കേർട്ടൻസാണ് വരുന്നത്. ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതാക്കണം, ബിരിയാണിയാണ്. അടുത്ത് പൂളൊക്കെ ഉണ്ട്, അടിപൊളി. വിൻഡോ ഒക്കെ ഓപ്പൺ ആക്കിയിട്ട് സെറ്റപ്പിൽ. അപ്പം ഞങ്ങൾ റൂമിലെ കാഴ്ചകളൊക്കെ കണ്ട് യാത്രാ ക്ഷീണമൊക്കെ മാറ്റി ഒരു ഈവനിങ് ടൈമിൽ 4 മണിക്ക് റിസോർട്ട് ഒന്ന് ചുറ്റിക്കറങ്ങി കാണാൻ വേണ്ടി ഇറങ്ങി.
അപ്പം ഞങ്ങൾ അവിടുത്തെ നാച്ചുറൽ ബ്യൂട്ടി ഒക്കെ ആസ്വദിച്ച് അവിടുത്തെ കോമൺ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ കോമൺ സ്വിമ്മിംഗ് പൂളിലേക്കുള്ള വഴി. നല്ല ആംബിയൻസോട് കൂടി പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ച് വൈബാക്കാൻ പറ്റിയ പൂളാണിത്. അപ്പോൾ ഗായ്സ്, എനിക്ക് ചെറിയ ഫ്ലൂ കാരണം ഇനിയുള്ള റിസോർട്ടിൻ്റെ വിശേഷങ്ങൾ എൻ്റെ ഹസ്ബൻഡായിരിക്കും പറയാം. എങ്ങനെയുണ്ട് പൂള്? സ്ഥലം എങ്ങനെയുണ്ട്? അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്തതായി പരിചയപ്പെടാൻ പോകുന്നത് ഈ റിസോർട്ടിൻ്റെ ഗെയിം സെക്ഷനാണ്. ഇതുപോലുള്ള എൻട്രൻസ് വഴിയിലൂടെയാണ് നമ്മൾ ഗെയിം സെഷനിലോട്ട് കടന്നു പോകാൻ പോകുന്നത്. ഇവിടെ അവർ നമുക്ക് നിരവധി ഗെയിംസുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് ഗെയിംസ് എല്ലാം കളിച്ച് നെക്സ്റ്റ് സെക്ഷനിലേക്കായ നമ്മൾ കോഫി ഷോപ്പിലോട്ട് എൻട്രി ചെയ്താണ്. ഇതാണ് അവരെ കോഫി ഷോപ്പ് വരുന്നത്. ഇവിടെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കോഫി, ചായ, സ്നാക്സ്, കേക്ക്സ് എന്നിവ എല്ലാം ഇവിടെ കിട്ടും. അപ്പം ഞങ്ങളും 2 കോഫി ഓർഡർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത കോഫി എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഫോറസ്റ്റിൻ്റെ സൗണ്ട് എല്ലാം കേട്ട് നല്ല ആംബിയൻസോട് കൂടി നമുക്ക് ചായ എല്ലാം കുടിച്ച് കോഫി എല്ലാം കുടിച്ച് വൈബോട് കൂടി ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. അങ്ങനെ അവിടുത്തെ വൈബെല്ലാം കഴിഞ്ഞ് നമ്മുടെ റിസോർട്ടിനടുത്തൊരു സൺസെറ്റ് വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ഒരു എൻട്രിയാണ് ഇത് വരുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ പറഞ്ഞ സൺസെറ്റ് ടോപ്പ് വ്യൂ പോയിൻ്റ്. ഈ വ്യൂ പോയിന്റിൽ നിന്ന് തന്നെ നമുക്ക് ഇവിടെ മറ്റുള്ള കോട്ടേജുകളെല്ലാം നമുക്ക് കാണാൻ പറ്റും. അത് ഞാൻ പരിചയപ്പെടുത്തി തരാം. നമ്മൾ വ്യൂ പോയിന്റ് എല്ലാം കഴിഞ്ഞ് അവിടുത്തെ കോമൺ സ്വിമ്മിംഗ് പൂളിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി. പൂളിന് ചുറ്റും നല്ല ഫോറസ്റ്റ് ആയതുകൊണ്ട് നല്ല ആംബിയൻസോട് കൂടിയിട്ടുള്ളൊരു പൂളായിരുന്നു ഇത്. അപ്പോൾ നമ്മൾ ആ പൂളെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ രാത്രിയിലുള്ള വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് അവരൊരു 7 മണിയോട് കൂടി നമുക്ക് ക്യാമ്പ് ഫയർ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാമ്പ് ഫയർ എല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് നൈറ്റിലുള്ള റിസോർട്ടിൻ്റെ വ്യൂ എല്ലാം ഞങ്ങൾ ഗെയിം സെക്ഷനിലായാലും ടീ ഷോപ്പിലായാലും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോൾ ഏകദേശം ഒരു 9 മണിയോട് കൂടി നമുക്ക് അവരൊരു ഡിന്നർ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്തതായിട്ട് ഈ വീഡിയോ ഇവിടെ എൻഡ് ആവാൻ പോവാണ്. നമുക്ക് വീഡിയോ കുറച്ച് ലെങ്ത് ആയത് കാരണമാണ്. അപ്പം നമുക്കിതിൻ്റെ നെക്സ്റ്റ് പാർട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.